കേരള സിലബസിലെ 8ാം ക്ലാസ്സിൽ ഇനി ഓൾ പാസ് ഇല്ല. ജയിക്കാൻ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിർബന്ധം. വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ ശുപാർശയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൻ്റെ അംഗീകാരം. തുടർ വർഷങ്ങളിൽ 9ലും 10ലും മിനിമം മാർക്ക് നിർബന്ധമാണ്. ഖാദർ കമ്മീഷന്റെ വിമർശനം തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. ഹൈസ്കൂൾ തലത്തിൽ വാരിക്കോരി മാർക്കിടുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരമില്ലാതാക്കുന്നുവെന്ന വിലയിരുത്തലുകൾക്കൊടുവിലാണ് 8ാം ക്ലാസ്സിലെ ഓൾ പാസ് രീതി ഒഴിവാക്കാനുള്ള തീരുമാനം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. വിജയത്തിന് ഇനി മുതൽ മിനിമം മാർക്ക് നിർബന്ധമാണ്. എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടണം. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും സമാന രീതിയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. 2026-27 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിലും മിനിമം മാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതോടെ ഹൈസ്കൂൾ പരീക്ഷകൾ കൂടുതൽ ഗൗരവകരമാകും. നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയയും മെച്ചപ്പെടുത്താനാണ് തീരുമാനം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. അതേസമയം ഖാദർ കമ്മീഷന്റെ വിമർശനങ്ങൾ തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. റിപ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ കഴിയില്ല, ചിലത് മാറ്റിവെക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് 2 റിപ്പോർട്ടും അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ചെയർമാൻ ഖാദറിനോട് അങ്ങേറ്റത്തെ നന്ദിയും കടപ്പാടുമുണ്ട്. അത് ശ്രീ ഖാദറിന്റെ അഭിപ്രായം, ഗവൺമെന്റ് അഭിപ്രായം അതല്ല. ജനം, തിരുവനന്തപുരം.